സ്വാഗതം എല്ലാവർക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക്. നമ്മൾ നോക്കുന്നത് ഇംഗ്ലീഷിലെ കുറച്ചധികം ചോദ്യങ്ങളാണ്. ഇനി നമ്മുടെ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന രീതിയിലുള്ള നമുക്ക് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. 30 മാർക്കിനാണ് നമുക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ 30 മാർക്കിൽ നമുക്ക് അത്യാവശ്യം ഒരു 25 അല്ലെങ്കിൽ അതിന് മുകളിലേക്കെങ്കിലും സ്കോർ ചെയ്യാനായിട്ട് പറ്റണം. ആ രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ള ഓരോ സബ്ജക്റ്റിൽ നിന്നും അതുപോലെയുള്ള കുറച്ച് മാർക്കുകൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു 90+ ഷുവർ ആയിട്ടും ഉറപ്പായിട്ടും വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും ഏറ്റവും സ്പീഡിൽ നിങ്ങൾ വായിച്ചു പോകണം. ഏറ്റവും സ്പീഡിൽ വായിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ ചോദ്യങ്ങളും വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുക. റെഡി? അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചോദ്യങ്ങളായിട്ട് വളരെ ചെറിയ സമയത്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വി ഹാവ് അറേഞ്ച്ഡ് ഡാഷ് 1 day tour. ഓക്കെ, അവിടെ നിങ്ങൾ ഫില്ല് ചെയ്യണം. ഓപ്ഷൻസ് നോക്കാം, ആർട്ടിക്കിൾസ് ആണ് ഓപ്ഷൻസ്. ഓക്കെ, എ ആൻഡ് ദ, അതുപോലെ നോ ആർട്ടിക്കിൾ ഈസ് നീഡഡ്. വി ഹാവ് അറേഞ്ച്ഡ് ഡാഷ് 1 day tour എന്നാണ് പറഞ്ഞത് അല്ലേ. നമ്മളൊരു 1 day tour അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു 1 day tour അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്? വി ഹാവ് അറേഞ്ച്ഡ് എ 1 day tour എന്നാണ് പറയുക. ഓക്കെ, വി ഹാവ് അറേഞ്ച്ഡ് എ 1 day tour. ക്ലിയർ? അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1 day tour ഇവിടെ വരുന്നത് എ ആണ് വരിക. ഓക്കെ, ഓപ്ഷൻ എ തന്നെയാണ്, ആർട്ടിക്കിൾ എ ആണ് വരിക. വി ഹാവ് അറേഞ്ച്ഡ് എ 1 day tour. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതാ: I met an old friend of mine at the cinema today. I met an old friend of mine at the cinema today. അപ്പൊ ഞാൻ എൻ്റെ ഒരു പഴയ സുഹൃത്തിനെ സിനിമ തിയേറ്ററിൽ വെച്ചിട്ട് കണ്ടു എന്നുള്ളതാണ് പറയുന്നത്, അല്ലെ കണ്ടുമുട്ടി എന്നുള്ളതാണ് പറയുന്നത്. റീപ്ലേസ് ദ അണ്ടർലൈൻഡ് വേർഡ് വിത്ത് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വേർബ്. ഓക്കെ, റീപ്ലേസ് ദ അണ്ടർലൈൻഡ് വേർഡ് വിത്ത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വേർബ്. അതായത് ഈ പറഞ്ഞ മെറ്റ് എന്ന് പറയുന്നതാണ് ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് മനസ്സിലാവും അല്ലെ, എല്ലാവർക്കും അറിയുന്നതിനാണ്, കണ്ടാൽ മനസ്സിലാവും. അപ്പൊ ഈ മെറ്റ് എന്ന് പറയുന്ന ഈ ഒരു വേർഡിന് പകരം നമുക്ക്, അല്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് അതിനെ മാറ്റിയാൽ നമുക്ക് പകരം ഏത് ഫ്രേസൽ വേർബ് ഇവിടെ തന്നിരിക്കുന്നതിൽ ഏത് ഫ്രേസൽ വേർബാണ് നമുക്ക് അവിടെ പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. ഏതാ വരുക? കെയിം അക്രോസ്, കെയിം ഓവർ, കെയിം അറ്റ് ആൻഡ് കെയിം ഓഫ്. ഓക്കെ, 4 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മെറ്റ് എന്നുള്ള ഒരു മീനിങ് വരുന്നത് ഏതാണ് എന്നാണ് അറിയേണ്ടത്. യാതൊരു സംശയവും വേണ്ട. കം അക്രോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുമുട്ടുക, മീറ്റ് ചെയ്യുക എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രേസൽ വേർബ്. അപ്പൊ നമുക്ക് ഇവിടെ മെറ്റ് എന്നുള്ള അർത്ഥം വരുമ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കാം, അതിന് കെയിം അക്രോസ് എന്നുള്ളത് നമുക്ക് ഇവിടെ യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ എന്നുള്ള മനസ്സിലാക്കുക. അപ്പോൾ ഐ മെറ്റ് എന്ന് പറയുമ്പോൾ ഐ കെയിം അക്രോസ് ആൻ ഓൾഡ് ഫ്രണ്ട് ഓഫ് മൈൻ അറ്റ് ദ സിനിമ ടുഡേ എന്ന് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ: if we had gone in a taxi dash. if clause ആണ്. if we had not gone in a taxi dash അല്ലേ. അപ്പൊ അതിൽ അവിടെ നമുക്ക് എന്താ ഫില്ല് ചെയ്യാൻ പറ്റുക? ഓപ്ഷൻസ്. ഓക്കെ, we missed the train, we would have missed the train, we would miss the train, and option D, we will miss the train. അപ്പൊ അവിടെ എന്താ വരുക? if we had not gone in a taxi, നമ്മൾ ടാക്സിയിൽ പോയിട്ടില്ലെങ്കിൽ നമുക്ക് എന്താണ്, ആ ട്രെയിൻ നഷ്ടമായേക്കാം, മിസ്സായേക്കാം. ഓക്കെ, ട്രെയിൻ കിട്ടാതെ അയക്കാം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ വരേണ്ടത്. അപ്പൊ നമുക്ക് അവിടെ ഏതാ പറയാൻ പറ്റുമോ, ഏതാണ് വരിക? if we had, okay, if we had not gone in a taxi, then our answer option B, we would have missed the train എന്നാണ് വരിക. ഓക്കെ, we would have missed the train. ഓക്കെ, if we had not gone in a taxi, we would have missed the train എന്നാണ് വരിക. അപ്പൊ ഓപ്ഷൻ ബി ആണ്. അപ്പൊ ഈ ക്ലോസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഒരെണ്ണം ഉറപ്പായിട്ടും വരാറുണ്ട്. നിങ്ങൾ ജസ്റ്റ് അത് മാത്രം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പോയാൽ തന്നെ, ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഫോർത്ത് ക്വസ്റ്റ്യൻ: we saw no one we knew dash, choose the appropriate question tag എന്നാണ് പറയുന്നത്. അതായത് ടാഗ് യൂസ് ചെയ്യണം. ഏതാണ് ടാഗ് അവിടെ നമുക്ക് കറക്റ്റ് ടാഗ് ഏതാണ് വരിക? we saw no one we knew അല്ലെ, നമുക്ക് അറിയുന്ന ഒരാളെ അവിടെ കണ്ടിട്ടില്ല. അപ്പൊ we saw no one we knew. അപ്പൊ അവിടെ എന്താ വരിക? we saw no one. ഓക്കെ, ഇത് നെഗറ്റീവിലാണ് നമ്മുടെ സെന്റൻസിൽ. സോ നമ്മുടെ ടാഗ് എന്ത് വരണം? പോസിറ്റീവിലായിരിക്കണം. അപ്പോ നെഗറ്റീവിലുള്ള ടാഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന് അപ്പൊ തന്നെ കട്ട് ചെയ്ത് കളയാം. ഇവിടെ ഓക്കെ, didn't anyone ആണ് ഫസ്റ്റ് വരുന്നത്. അത് പോസിറ്റീവ് ടാഗ് ആണ്. സെന്റൻസ് നെഗറ്റീവിലാണെങ്കിൽ ടാഗ് പോസിറ്റീവ് തന്നെ ഉണ്ടായിരിക്കണം. did anyone അത് വരാം, അവിടെ നിൽക്കട്ടെ. didn't anyone എന്ന് വെച്ചാൽ did not ആണ്. സോ ഇത് നെഗറ്റീവ് ആണ്, നമുക്ക് ഇതിന്റെ ആവശ്യമില്ല, ഇതിനെ തട്ടിക്കളയാം. അടുത്തത് didn't be എന്ന് പറയും. അപ്പൊ എന്താണ്, അതും നെഗറ്റീവിലാണ്, അതിന്റെയും നമുക്ക് ആവശ്യമില്ല. പിന്നെ നമുക്ക് അവിടെ വരുന്നത് did anyone, അതുപോലെ തന്നെ did be, ഈ രണ്ടെണ്ണമാണ് അവിടെ ഉള്ളത് അല്ലെ. we saw no one we knew. അപ്പൊ അവിടെ did anyone or did be ഏതാണ് വരിക? വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താനായിട്ട് പറ്റും. ഏതാണ് വരിക? കറക്റ്റ് ആയിട്ട് വരുന്നത് did anyone എന്നുള്ളതാണോ അല്ലെ did be എന്നാണോ? ഇവിടെ we saw no one we knew എന്നാണ് അല്ലെ, നമ്മളെ കുറിച്ചാണ് പറയുന്നത്. സോ എന്താണ് ഇവിടെ ആൻസർ വരുന്നത്? did be എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ്
Theatre games in language classroom are meant for the development of dash. Theatre games in language classroom are meant for the development of dash. Options: interpersonal intelligence, intrapersonal intelligence, bodily kinesthetic intelligence, and option D, all of the above. Okay. അവിടെ ചോദിച്ചത് നമ്മുടെ ലാംഗ്വേജ് ക്ലാസ് റൂം ഈ തിയേറ്റർ ഗെയിംസ് ഒക്കെ ഇല്ലേ, നമ്മൾ ഈ മറ്റേ ഈ ഡ്രാമ പ്രാക്ടീസ് പോലെയും ഗ്രൂപ്പ് ആയിട്ടുള്ള ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ, പല ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാറുണ്ട്. അതിനെ കോമൺ നമുക്ക് തിയേറ്റർ ഗെയിംസ് ഒക്കെ പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ തിയേറ്റർ ഗെയിംസ് ഇൻ ലാംഗ്വേജ് ക്ലാസ് റൂം ആർ മീൻ ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് ഡാഷ്. അതായത് ലാംഗ്വേജ് ക്ലാസ് റൂമിൽ നമ്മൾ ഇത്തരത്തിലുള്ള തിയേറ്റർ ഗെയിംസ് ഒക്കെ യൂസ് ചെയ്യുന്നത് അല്ലെ, ഏത് തരത്തിലുള്ള ഡെവലപ്മെന്റിനാണ് ഹെൽപ്പ് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ. ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് മീൻസ് നമ്മുടെ കുട്ടികൾക്കിടയിലുള്ള ആ ഒരു പിന്നെ ഒരു ഇന്റർപേഴ്സൺ മീൻസ് കുട്ടികൾക്കിടയിൽ അതിൻ്റെ ഇടയിലുള്ള ഒരു ഡെവലപ്മെന്റ് നടക്കുന്നതാണ് പറയുന്നത്. അവർ തമ്മിലുള്ള ആ ഒരു അറ്റാച്ച്മെന്റും കാര്യങ്ങളും ആക്റ്റീവ് ആയിട്ടുള്ള മറ്റ് ആക്ടിവിറ്റീസിലൂടെ ഒക്കെ പലതരത്തിലുള്ള ഡെവലപ്മെന്റ് അവിടെ നടക്കാനുണ്ട്. നെക്സ്റ്റ് ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് അല്ലെ, ഇൻട്രാ നമ്മൾ സ്വയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവും. നെക്സ്റ്റ് ബോഡി കൈനസ്തെറ്റിക് ഇന്റലിജൻസ്, അതെന്താണ്, നമുക്ക് എന്താണ് ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടപെടുന്ന സമയത്ത് അതിലൊക്കെ ആക്റ്റീവായിട്ട് പോകുന്നത് പാർട്ടിസിപ്പേഷൻ നടത്തുമ്പോൾ ഈ ബോഡി കൈനസ്തെറ്റിക് ഇന്റലിജൻസ് അവിടെ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്ന് വെച്ചാൽ ഈ തിയേറ്റർ ഗെയിംസ് കൊണ്ട് നമുക്ക് ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസും ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസും അതുപോലെ തന്നെ ബോഡി കൈനസ്തെറ്റിക് ഇന്റലിജൻസും ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ആൻസർ ഓൾ ഓഫ് ദി എബോവ് ആണ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, which of the following associated with the aspect of language is incorrectly paired with the explanation given? Which of the following associated with this aspect of language is incorrectly paired with the explanation given? തന്നിരിക്കുന്നതിൽ ഇവിടെ നോക്കി ഒന്നുമില്ല, ഇവിടെ ഫോണോളജി ഓഫ് ലാംഗ്വേജ്. ഓക്കെ, ഫോണോളജി എന്ന് തന്നിട്ടുണ്ട്. ഫോണോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ദി സൗണ്ട്, ഈ ഓഫ് എ ലാംഗ്വേജ് എന്നുള്ളത് അത് ഇവിടെ വരേണ്ടതാണ്. സ്റ്റഡി ഓഫ് ദ സൗണ്ട് ഓഫ് എ ലാംഗ്വേജ് എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ഈ സാധനം ഇപ്പുറത്ത് വരേണ്ടതാണ്, അത് ടൈപ്പിംഗ് ചെറിയൊരു എറർ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫോണോളജി എന്ന് പറയുന്നത് അവർ പറഞ്ഞത് സ്റ്റഡി ഓഫ് ദ സൗണ്ട് ഓഫ് എ ലാംഗ്വേജ് എന്നാണ് അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തത്. അതുപോലെ സിൻടാക്സ് എന്നുള്ളതിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത് ദ സെന്റൻസ് സ്ട്രക്ചർ ഓഫ് എ ലാംഗ്വേജ് എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് സെമാന്റിക്സ് എന്ന് പറയുന്നത് ഇവിടെ ദ ഓർണമെന്റേഷൻ ഓഫ് എ ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രാഗ്മാറ്റിക്സ് എന്ന് പറയുന്നത് ദ യൂസേജ് ഓഫ് ലാംഗ്വേജ് ഇൻ പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ചത് ഇവിടെ ഈ 4 എണ്ണവും അതിന്റെ എക്സ്പ്ലനേഷനും നമുക്ക് തന്നിട്ടുണ്ട്. ആ 4 എണ്ണത്തിൽ ഏതാണ് ഒരെണ്ണം ഇൻകറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ആ 4 എണ്ണത്തിൽ ഒരെണ്ണം ഇൻകറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ആ ഇൻകറക്റ്റ് ആയിട്ട് തന്നത് ഏതാണ് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കിയേ, ഫോണോളജി എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഇതിനു മുന്നേ പഠിച്ചായിരിക്കും. ഫോണോളജി കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കിയേ. എന്താ വരിക? സ്റ്റഡി ഓഫ് ദി സൗണ്ട് ഓഫ് എ ലാംഗ്വേജ് എന്നാണ്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നോക്കുക. നെക്സ്റ്റ്, സിൻടാക്സ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കിയേ. ദ സെന്റൻസ് സ്ട്രക്ചർ ഓഫ് എ ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. സെന്റൻസ് സ്ട്രക്ചർ ഓഫ് എ ലാംഗ്വേജ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് സെമാന്റിക്സ് എന്നാണ് അല്ലെ. സെമാന്റിക്സ് അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് അവിടെ തന്നിരിക്കുന്നത് എന്താണ്? ദ ഓർണമെന്റേഷൻ ഓഫ് എ ലാംഗ്വേജ് എന്നാണ് അവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഓപ്ഷൻ ഡി പ്രാഗ്മാറ്റിക്സ് എന്നാണ് ദ യൂസേജ് ഓഫ് ലാംഗ്വേജ് ഇൻ പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് എന്ന് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പോൾ നമുക്കിതിൽ ഏതാണ് പറയാൻ പറ്റും, ഏതാണ് തെറ്റ്? ഒരെണ്ണം മാത്രമാണ് കറക്റ്റ്ലി പെയർ ചെയ്തിട്ടുള്ളത്. 3 എണ്ണം ശരിയാണ്. അത് ഏതാണെന്നാണ് പറയേണ്ടത്. ഏതാ വരുക ആൻസർ ആയിട്ട് വരുന്നത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. കാരണം ഫോണോളജി എന്ന് വെച്ചാൽ തന്നെയാണ് സ്റ്റഡി ഓഫ് ദി സൗണ്ട് ഓഫ് എ ലാംഗ്വേജ് തന്നെയാണ്. ഇത് കറക്റ്റ് തന്നെയാണ്. ഫോണോളജി കറക്റ്റ് ആണ്. പിന്നെയോ സിൻടാക്സും കറക്റ്റ് തന്നെയാണ്. ദ സെന്റൻസ് സ്ട്രക്ചർ ഓഫ് എ ലാംഗ്വേജ് ആണ്. പ്രാഗ്മാറ്റിക്സ് എന്ന് വെച്ചാൽ ദ യൂസേജ് ഓഫ് ലാംഗ്വേജ് ഇൻ പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നതും ശരി തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത് സെമാന്റിക്സ് ആണ്. സെമാന്റിക്സ് എന്ന് വെച്ചാൽ എന്താ ഓർണമെന്റേഷൻ ഓഫ് എ ലാംഗ്വേജ് എന്ന് പറയുന്നത് ശരിയല്ല. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ലാംഗ്വേജ് മീനിങ് ഒക്കെ ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ സെമാന്റിക്സ് യൂസ് ചെയ്യുന്നത്. സോ ഓർണമെന്റേഷൻ ഓഫ് എ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്തല്ല, അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. ഓക്കെ, ഓപ്ഷൻ സി ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് ഇവിടെ വരിക. ഇൻകറക്റ്റ്ലി പെയർഡ് എന്ന് വെച്ചാൽ അതാണ്. നെക്സ്റ്റ്, which among the following is not an audio visual aid? Which among the following is not an audio visual aid എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ നോക്കിയേ. പവർ പോയിന്റ് പ്രസന്റേഷൻ ഇൻ സപ്പോർട്ട് ഓഫ് എ വെർബൽ ലെക്ചർ, വീഡിയോ ക്ലിപ്പ് വിത്ത് വോയിസ് ഓവർ ആൻഡ് മൂവിംഗ് ഓർ സ്റ്റിൽ ഇമേജസ്, അൺഇൻറപ്റ്റബിൾ പവർ സപ്ലൈ സിസ്റ്റം ആൻഡ് ഓപ്ഷൻ ഡി ടെലിവിഷൻ. ഈ പറഞ്ഞ 4 കാര്യത്തിൽ ഏതാണ് ഈ ഒരു ഓഡിയോ വിഷ്വൽ എയ്ഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓഡിയോ വിഷ്വൽ എയ്ഡ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഓഡിയോ വിഷ്വൽ എയ്ഡ് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏതാണ് പറയാൻ പറ്റുക?
നോക്കിയേ ഏതാണ് വരിക? ഓപ്ഷൻ എ ബി സി ഡി 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഏതാ വരിക? യാതൊരു സംശയം വരണ്ട. പവർ പോയിന്റ് പ്രസന്റേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താണ് ഒരു വിഷ്വൽ എയ്ഡ് ആയി അല്ലേ? ഇൻ സപ്പോർട്ട് ഓഫ് എ വെർബൽ ലെക്ചർ. ഒരു ലെക്ചറിൽ നടക്കുന്ന സമയത്ത് അതിന്റെ സപ്പോർട്ടായിട്ട് നമ്മൾ എന്തെങ്കിലും പവർ പോയിന്റ് പ്രസന്റേഷൻ കൂടി കാണിക്കുന്നത് അത് വിഷ്വൽ എയ്ഡ് ആണ്. ഓക്കെ, ഓഡിയോ വിഷ്വൽ എയ്ഡ് നമുക്ക് യൂസ് ചെയ്യാം. കറക്റ്റ് ആണ്. വീഡിയോ ക്ലിപ്പ് വിത്ത് വോയിസ് ഓവർ ആൻഡ് മൂവിംഗ് ഓർ സ്റ്റിൽ ഇമേജസ്. അതായത് വോയിസ് ഓവർ കൊടുത്തുകൊണ്ടുള്ള വീഡിയോ ക്ലിപ്പ് അല്ലെങ്കിൽ എന്താണ് മൂവിംഗ് ഓർ സ്റ്റിൽ ആയിട്ടുള്ള ഇമേജസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. അത് തന്നെയാണ് ഈ പറഞ്ഞ ഓഡിയോ വിഷ്വൽ എയ്ഡിൽ വരുന്നതാണ്. നെക്സ്റ്റ് ഓപ്ഷൻ ടെലിവിഷനും കറക്റ്റ് ആണ്, ഓഡിയോ വിഷ്വൽ എയ്ഡ് തന്നെയാണ്. പക്ഷെ അൺഇന്ററപ്റ്റബിൾ പവർ സപ്ലൈ സിസ്റ്റം എന്നൊക്കെ പറയുമ്പോൾ എന്തല്ല അത് ഒരു ഓഡിയോ വിഷ്വൽ എയ്ഡിൽ ഉൾപ്പെടുന്ന സാധനമല്ല. ഓക്കെ, അത് നമുക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എയ്ഡ് തന്നെയാണ്, പക്ഷെ അത് ഓഡിയോ വിഷ്വൽ എയ്ഡ് അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇവിടെ അതിൽ വരാത്തത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ. ദ ഇഡിയം ഇൻ ദ സെന്റൻസ് ഐ വുഡ് ലവ് ടു സ്റ്റേ ലോങ്ങർ ബട്ട് ഇറ്റ്സ് റിയലി ടൈം ടു ഹിറ്റ് ദി റോഡ് മീൻസ്. അതായത് ഇവിടെ തന്നിരിക്കുന്നത് ബട്ട് ഇറ്റ്സ് റിയലി ടൈം ടു ഹിറ്റ് ദി റോഡ് മീൻസ് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ തന്ന സെന്റൻസിൽ ഈ ഒരു ഇഡിയം കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ആൻസർ എന്താ പറയാൻ പറ്റുക? ടൈം ടു ഹിറ്റ് ദ റോഡ് മീൻസ് ടൈം ടു ഹിറ്റ് ദി റോഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ് എൻഡ് ദ ജേർണി, വറി അബൌട്ട് ദ ട്രിപ്പ്, കംപ്ലൈൻ അബൌട്ട് ദ റോഡ് ആൻഡ് ഓപ്ഷൻ ഡി ബിഗിൻ ദ ജേർണി. അപ്പൊ ഇവിടെ ടൈം ടു ഹിറ്റ് ദി റോഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഹിറ്റ് ദി റോഡ്. നിങ്ങൾ റോഡിലേക്ക് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ സിമ്പിൾ ആയിട്ട് നമ്മൾ റോഡിലേക്ക് ഇറങ്ങുന്നു എന്ന് വെച്ചാൽ എന്താണ്? എപ്പോഴാണ് ഇറങ്ങുക? വിച്ച് മീൻസ് ബിഗിൻ ദി ജേർണി. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ബിഗിൻ ദി ജേർണി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് ഇവിടെ വരിക. നെക്സ്റ്റ്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇസ് ഡാഷ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്താണ് നിങ്ങൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് നോക്കാം. ഓപ്ഷൻസ് നോക്കിയേ. സ്ട്രെസ്സസ് ദ നീഡ് ടു ഫിനിഷ് ദ സിലബസ് ഓൺ ടൈം, celebrates diversity in classrooms, integrates physical art and art education, and option D upholds teaching of moral values. ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പൊ ആൻസർ എന്താ വരിക? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ പറയാൻ പറ്റും. വരുന്നത് celebrates a diversity in classroom എന്നതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. celebrates diversity in classroom. ഓക്കെ, അതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? നെക്സ്റ്റ്, the correctly spelled word among the options given is. ഒന്നുമില്ല, ആബ്സെൻസ് എന്നുള്ളതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ അറിയുന്ന വേർഡുകളൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പറിൽ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. ആബ്സെന്റിന്റെ കറക്റ്റ് എന്താണ് അതിന്റെ സ്പെല്ലിംഗ് എന്താണെന്നുള്ളത് നിങ്ങൾ ഇങ്ങനെ എഴുതി നോക്കുക. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കിട്ടും. അല്ലാതെ 4 ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. ഓക്കെ, അപ്പൊ ആബ്സെൻസ് മീൻസ് അതിന്റെ സ്പെല്ലിംഗ് വരുന്നത് ABSENCE ആണ് അല്ലെ. ABSENCE എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരും ആബ്സെൻസിന്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ആബ്സെൻസ്. സോറി, ഓപ്ഷൻ ഡി അല്ല, എസ് ആണ് വരും ഞാൻ പറഞ്ഞ പ്രകാരം. അപ്പൊ അതിന്റെ കറക്റ്റ് ഓപ്ഷൻ സി ആണ്, ആബ്സെൻസ്. ഇതാണ് കറക്റ്റ്. ഓക്കെ, ഇതാണ്. നെക്സ്റ്റ്, ആൻ ഇന്ററോഗേറ്റീവ് സെന്റൻസ് ഈസ് ഓൾവേസ്. ഇന്ററോഗേറ്റീവ് സെന്റൻസ് നിങ്ങൾ ടൈപ്സ് ഓഫ് സെന്റൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്നുള്ള എന്താണ്? ഓപ്ഷൻസ് ഈസ് ഓൾവേസ് എ ക്വസ്റ്റ്യൻ, an expression, an order and a statement. ഏതാ വരിക? an interrogative sentence is always a question അല്ലെ. ക്വസ്റ്റ്യൻ സെന്റൻസ്, ക്വസ്റ്റ്യൻ ടൈപ്പ് സെന്റൻസ് ആണ് നമ്മൾ ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആയിട്ട് പറയാറുള്ളത്. സോ നമ്മുടെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ്, the emphasis of constructivism is on. The emphasis of constructivism is on. Options, the intelligence of the learner, the scholarship of the teacher, the construction of knowledge through experience, and option D, the aptitude of the learner. അപ്പോൾ അതിൽ ഏതാ വരിക? The emphasis of constructivism is on. ഓപ്ഷൻസ് എ ബി സി ഡി 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ദ കൺസ്ട്രക്ഷൻ ഓഫ് നോളജ് ത്രൂ എക്സ്പീരിയൻസ് എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, could I, may I, can I are used to express the language function of expressing dash. ഒന്നുമില്ല, ഈ കുഡ് ഐയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ മേ ഐയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതോ ക്യാൻ ഐ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന എക്സ്പ്രഷൻസ് ഒക്കെ ഏതിനാണ് നമ്മൾ കൂടുതലായി യൂസ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് കംപ്ലൈൻസിന് വേണ്ടിയിട്ടാണോ, ഗ്രാറ്റിറ്റ്യൂഡിലാണോ, റിക്വസ്റ്റിലാണോ, അല്ല സജഷൻസിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുക? ഓക്കെ, മേ ഐ അല്ലെ, മേ ഐ ആ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ക്യാൻ ഐ ഓർ കുഡ് ഐ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് ഏത് രീതിയിലാണ്, ഏത് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് സാധാരണഗതിയിൽ അല്ലെ? ആൻസർ വരുന്നത് ഏതാണ്? കംപ്ലൈൻസിലാണോ? കംപ്ലൈൻസിലാണോ നമ്മൾ കുഡ് ഐ അല്ലെങ്കിൽ മേ ഐ എന്നൊക്കെ വെച്ച് പറയുക? അല്ല അല്ലെ. അതുപോലെ സജഷൻസ് ആണോ? അല്ലെ, നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലാണ് റിക്വസ്റ്റിനാണ് അല്ലെ. റിക്വസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിത് മേ ഐ ടേക്ക് ദി പെൻ
ഓക്കെ മേ ടേക്ക് ദ സീറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു റിക്വസ്റ്റ് ആയിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വരുന്നത് റിക്വസ്റ്റ് ആണ്. ഓക്കെ നെക്സ്റ്റ് ദ ഷെൽഫ് ഇൻ ദ റൂം ഈസ് മെയ്ഡ് ഡാഷ് മെറ്റൽ. ഓപ്ഷൻസ് നോക്കുക ബൈ ഓൺ ഫോർ ഓഫ് ഏതാണ് വരിക? ദ ഷെൽഫ് ഇൻ ദ റൂം ഈസ് മെയ്ഡ് ബൈ മെറ്റൽ എന്നാണോ, അല്ല റൂം ഈസ് മെയ്ഡ് ഓൺ മെറ്റൽ എന്നാണോ, ഓർ മെയ്ഡ് ഫോർ മെറ്റൽ ആണോ, അല്ലെങ്കിൽ മെയ്ഡ് ഓഫ് മെറ്റൽ എന്നാണോ? നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ റൂമിലെ ഷെൽഫ് എന്താണ്? മെറ്റൽ കൊണ്ട് നിർമ്മിച്ചതാണ് അല്ലെ, മെറ്റൽ കൊണ്ട് നിർമ്മിച്ചതാണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? ദ ഷെൽഫ് ഇൻ ദ റൂം ഈസ് മെയ്ഡ് ഓഫ് മെറ്റൽ. ഓപ്ഷൻ ഡി ആണ് മെയ്ഡ് ഓഫ് മെറ്റൽ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് ഇവിടെ വരും. ഓക്കെ അപ്പൊ നമ്മൾ ഇത്രയും ചോദ്യങ്ങളാണ് ഓക്കെ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇംഗ്ലീഷ് ഒക്കെ പ്രാക്ടീസ് ചെയ്താൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നും അറിയില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറൗണ്ട് 25 മുകളിലേക്ക് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതെന്റെ ഗ്യാരണ്ടി ആണ്, ഉറപ്പാണ്. ഓക്കെ നിങ്ങൾ തന്നെ പറയും നമുക്ക് അത്രയും സ്കോർ ചെയ്യാൻ പറ്റിയെന്നുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക, കൃത്യമായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കുക, ഇതുവരെ ഉള്ളതൊക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അടുത്ത സെഷനിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അത്രയും ദിവസമുള്ളൂ. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, പറ്റാവുന്ന രീതിയിൽ പഠിക്കുക, അല്ലാതെ പേടിയോ കാര്യങ്ങളൊന്നും വെച്ചിട്ട് കാര്യമില്ല. അത് ഒഴിവാക്കുക. അത് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ അപ്പോൾ ഈ ചെറിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് നമ്മളെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആ PDF മെറ്റീരിയൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം. ഓക്കെ അതിൻ്റെ 9037276771 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. ജസ്റ്റ് PDF ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി, ഡീറ്റെയിൽസ് അവർ അയച്ചു തരും. ഓക്കെ അടുത്ത വിൻഡോയിൽ അടുത്ത പേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ക്രീനിൽ കാണും, അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. ഇംഗ്ലീഷിന്റെ തന്നെയാണ് ഉള്ളത്. ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം സബ്ജക്റ്റ് ഉണ്ട്, ഓക്കെ സൈക്കോളജി 2 മീഡിയത്തിലും ഉണ്ട്, സോഷ്യൽ സയൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് വായിച്ച് പഠിക്കണം ഇനിയുള്ള സമയങ്ങളിൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാം. ഓക്കെ അപ്പോൾ അടുത്ത സെഷനിൽ കാണാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, അതുപോലെ ഫ്രണ്ട്സിന്റെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കുക. ഓക്കെ താങ്ക് യു.